ഹലോ. അങ്ങനെ അവസാനം വരെ സസ്പെൻസ് നിലനിന്നിരുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായി. രാഹുൽജി അമേഠിയിലേക്കില്ല, റായ്ബറേലിയിൽ മത്സരിക്കും. അമേഠിയിൽ പോവാതിരിക്കുന്നത് സ്മൃതി ഇറാനിയോട് തോക്കുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല, സ്ത്രീകളോട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. ബി ജെ പിക്കാർ പലതും പറയും. ഇത് പേടിച്ചോട്ടമാണെന്ന്. പക്ഷെ ഇതാണ് പടയോട്ടം. ബി ജെ പിക്കാരുടെ കളി അങ്ങ് ഇന്ത്യയിലേ നടക്കൂ, വേണമെങ്കിൽ റായ്ബറേലിയിലേക്ക് വന്നു നോക്കാനാണ് രാഹുൽജി പറയുന്നത്. അപ്പോൾ ഇത്രയും നാൾ ആ സീറ്റ് പ്രഖ്യാപിക്കാൻ ഡിലേ ആയത് എന്തേ, അമാന്തിച്ചത് എന്തേ എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് കളി. രാഷ്ട്രീയത്തിൽ ചില സസ്പെൻസും ചില ട്വിസ്റ്റും ഇല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിന് അർത്ഥമില്ലല്ലോ. ഇപ്പോൾ ആകെ വലഞ്ഞ് കോണായിരിക്കുന്നത് വയനാട്ടുകാരാണ്. അവർക്ക് ഈ വർഷം തന്നെ ഒന്നുകൂടെ ക്യൂവിൽ നിൽക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. രാഹുൽജിയുടെ അമ്മ സോണിയാജി 2014 4 ലക്ഷത്തിന് പുറത്ത് വോട്ടിൽ ജയിച്ച മണ്ഡലമാണ് റായ്ബറേലി. 2019 അത് 1.5 ലക്ഷമായിട്ട് കുറഞ്ഞു. രാഹുൽജി ഏകദേശം അത് 50,000-ഓളം കുറയ്ക്കും എന്ന് പ്രതീക്ഷിക്കാം. അടുത്ത തവണ ആകുമ്പോഴത്തേക്കും റായ്ബറേലിയുടെ കാര്യവും തീരുമാനമാവും. അപ്പോൾ വയനാട്ടുകാർക്ക് വീണ്ടും ആശ്വസിക്കാം, അന്ന് രാഹുൽജി വീണ്ടും വയനാട്ടിലേക്ക് തിരിച്ചു വരും. വയനാട്ടുകാർ അഹങ്കരിച്ചുകൊണ്ടിരുന്നതാണ് ഭാവി പ്രധാനമന്ത്രി തങ്ങളുടെ എം പി ആണെന്ന്. എം പി ആയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇടയ്ക്ക് വർഷത്തിൽ ഒരിക്കലെങ്ങാനും 5 വർഷത്തിൽ 3 തവണയോ മറ്റോ ആണ് വന്നിട്ടുള്ളത്. ചായ കുടിക്കാനും ബേക്കറിയിൽ കയറാനും മാത്രമാണ് രാഹുൽജി വയനാട്ടിലേക്ക് വരുന്നത്. എങ്കിലും തമ്പ്രാൻ നമ്മളെ നാട്ടിലെ താരമാണ് എന്നറിയുമ്പോൾ, നമ്മുടെ നാടിന്റെ ആളാണെന്നറിയുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. അതിന്റെ പേരിൽ മാത്രമാണ് വയനാട്ടുകാർ വിജയിപ്പിച്ചു വെച്ചുകൊണ്ടിരുന്നത്. വേറെ ഏതെങ്കിലും മണ്ഡലത്തിലാണെങ്കിൽ രാഹുൽജി ജയിക്കുമെന്ന് തന്നെ തോന്നുന്നില്ല. രാഹുൽജി എന്നല്ല, ഏതൊരു എം പി ആണെങ്കിലും സ്വന്തം മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാത്ത എം പിയെ ആര് ജയിപ്പിക്കാനാണ്? എന്തായാലും റായ്ബറേലിയിൽ പത്രിക സമർപ്പിച്ചതോടുകൂടി രാഹുൽജി വയനാടിനെ കൈയൊഴിയും എന്ന കാര്യം ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. ഈ വർഷം തന്നെ വയനാട്ടുകാർക്ക് ഒന്നുകൂടെ പോയി മഴയത്തും വെയിലത്തും ക്യൂ നിൽക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിനിടെ അമേഠിയിലെ ജനങ്ങൾക്ക് വേണ്ടി തന്റെ രക്തം കൊടുക്കാൻ തയ്യാറാണെന്നും അമേഠിയിലെ മണ്ണ് തന്നെ മാടി വിളിക്കുന്നെന്നും കരഞ്ഞ് കേണ് അപേക്ഷിച്ചിട്ടും അളിയൻ വധേരയ്ക്ക് സീറ്റ് കൊടുക്കാൻ രാഹുൽ അളിയൻ തയ്യാറായില്ല. രാഹുൽ അളിയൻ പോട്ടെ, അമ്മായിമ്മ പോട്ടെ, സ്വന്തം ഭാര്യ പോലും റോബർട്ട് വാദ്രാജിക്ക് വേണ്ടി സംസാരിച്ചില്ല എന്നതാണ് കഷ്ടം. അദ്ദേഹം എത്ര തവണ പറഞ്ഞു, പത്രക്കാരെയും വിളിച്ചു പറഞ്ഞു താൻ അമേഠിയിൽ മത്സരിക്കാൻ തയ്യാറാണ്. താനല്ല, അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു താൻ അമേഠിയിൽ മത്സരിക്കണമെന്ന്. ആ ജനങ്ങളുടെ ആവശ്യം പോലും കോൺഗ്രസ് പാർട്ടി നിരാകരിച്ചു എന്ന് പറയുമ്പോൾ എത്ര കഷ്ടമാണ് കാര്യം, ഒന്ന് ആലോചിച്ച് നോക്കണേ. അതേസമയം ഈ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് പോയത് റിപ്പോർട്ട് ചെയ്യുന്ന രീതി കണ്ടാൽ അറിയാം ഏതൊക്കെ പപ്പു മീഡിയ ആണെന്നും ഏതൊക്കെ ഗോദി മീഡിയ ആണെന്നും. ഗോദി മീഡിയ പറയുന്നത് രാഹുൽജി അമേഠിയിൽ മത്സരിക്കാൻ പേടിച്ചിട്ട് റായ്ബറേലിയിലേക്ക് പോയതാണെന്നാണ്. ഗോദി മീഡിയ പറയുന്നത് രാഹുൽജി ഇത്തവണയും അമേഠിയിൽ നിന്നിരുന്നെങ്കിൽ തോൽക്കുമെന്നാണ്. ഗോദി മീഡിയ പറയുന്നത് രാഹുൽജിക്ക് സ്വന്തം മണ്ഡലം തീരുമാനിക്കാനുള്ള ധൈര്യം പോലും ഇല്ലെന്നാണ്. അതേസമയം പപ്പു മീഡിയ പറയുന്നത് കുടുംബാധിപത്യം എന്ന സംഭവത്തെ ഈ തീരുമാനത്തോടെ രാഹുൽജി മാറ്റിമറിച്ചു എന്നാണ്. തന്റെ കുടുംബത്തിന് സ്വന്തമായിരുന്ന സീറ്റ്, അതെ, കോൺഗ്രസിൽ ചില സീറ്റുകൾ ചില കുടുംബങ്ങൾക്ക് സ്വന്തമാണ്. പുതുപ്പള്ളി സീറ്റ് ചാണ്ടി ഉമ്മൻ എന്ന പോലെ ചില സീറ്റുകൾ കുടുംബങ്ങൾക്ക് സ്വന്തമാണ്. അങ്ങനെ കുടുംബത്തിന് സ്വന്തമായിരുന്ന അമേഠി സീറ്റ് മറ്റൊരാൾക്ക് കൊടുത്തതിലൂടെ കുടുംബാധിപത്യമല്ല കോൺഗ്രസിലെന്ന് രാഹുൽജി തെളിയിച്ചിരിക്കുകയാണ്. പപ്പു മീഡിയ പറയുന്നത് റായ്ബറേലിയിലേക്ക് രഹസ്യമായി മാറിയത് വഴി BJPയുടെ കണക്കൂട്ടലുകളെല്ലാം രാഹുൽജി തെറ്റിച്ചിരിക്കുന്നു എന്നാണ്. പപ്പു മീഡിയ പറയുന്നത് ഇത് രാഹുൽജിയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്നാണ്. സാധാരണക്കാരൻ പറയുന്നത് ഇത് ഒളിച്ചോട്ടം എന്നാണ്. സത്യത്തിൽ അത് ഒളിച്ചോട്ടം തന്നെയാണ്. അമേഠിയിൽ നിന്ന് തോൽക്കുമെന്ന് ഏകദേശം ഉറപ്പായപ്പോൾ രാഹുൽജി റായ്ബറേലിയിലേക്ക് മാറി എന്ന് തന്നെയാണ് സത്യം. റായ്ബറേലിയിൽ ജയിക്കുമ്പോൾ വയനാട്ടിലെ സീറ്റ് രാജിവെക്കുന്നു എന്നതും സത്യം. വയനാട്ടിലെ സീറ്റിൽ രാഹുൽജി രാജിവെക്കുമ്പോൾ വീണ്ടും ഇടതും വലതും മത്സരത്തിലേക്ക് ഇറങ്ങും എന്നത് സത്യം. ഇതേ ഇടത് തന്നെ കേന്ദ്രത്തിൽ പോയി രാഹുൽജിയുടെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യും എന്നത് മറ്റൊരു സത്യം. പിന്നെ ഇത്തവണ കൊണ്ട് റായ്ബറേലിയുടെ കാര്യം ഏകദേശം തീരുമാനമാകുമ്പോൾ അടുത്ത തവണ വീണ്ടും മത്സരിക്കാൻ രാഹുൽജി വയനാട്ടിലേക്ക് തന്നെ വരുമെന്നത് മറ്റൊരു സത്യം. അന്ന് ഇതുപോലെ ബന്ധങ്ങൾ ഉണ്ടാവുമോ, വയനാട്ടിൽ ജയിക്കാൻ സാധ്യതയുണ്ടോ എന്നതൊക്കെ പിന്നത്തെ കാര്യം. പക്ഷേ വയനാടോ അതല്ലെങ്കിൽ കർണാടകയിലെയോ ആന്ധ്രയിലെയോ തെലങ്കാനയിലെയോ ഏതെങ്കിലും ഷുവർ ഷോട്ട് സുരക്ഷിത മണ്ഡലത്തിലേക്ക് രാഹുൽജി വരും. അല്ല, രാഹുൽജിക്ക് പ്രവർത്തിച്ച് കാണിച്ച് മണ്ഡലത്തിന് വേണ്ടി വികസനം നടത്തി കാണിച്ച് വോട്ട് പിടിക്കാനുള്ള കഴിവോ ധൈര്യമോ ഇല്ല എന്നതാണ് സത്യം. ഇത്രനാളും അമേഠിയിൽ ജയിച്ചുകൊണ്ടിരുന്നത് ശക്തനായ ഒരു എതിരാളി ഇല്ലാത്തതുകൊണ്ടും അമേഠിയിലെ ജനങ്ങളെ പറ്റിക്കാൻ എളുപ്പമായിരുന്നത് കൊണ്ടും
മാത്രമാണ്. പിന്നെ രാജകുമാരനായതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. അതാണ് സ്മൃതി ഇറാനി വന്ന് മാറ്റിമറിച്ചത്. സ്മൃതി ഇറാനി അവിടുത്തെ MP അല്ലാതിരുന്നിട്ടുകൂടി അവിടെ ചെയ്ത വികസനങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ മാറി ചിന്തിച്ചു. ഇനി രാഹുൽജി ഒരിക്കലും അവർ ജയിപ്പിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. രാഹുൽജിക്കും ആ പ്രതീക്ഷയൊന്നുമില്ല. കോൺഗ്രസിന് ഒട്ടുമേ ആ പ്രതീക്ഷയില്ല. ഇനി റായ്ബറേലിയിലെ ജനങ്ങൾക്കും രാഹുൽജിയുടെ പ്രവർത്തനം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അടുത്ത തവണ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പോൾ രാഹുൽജിയുടെ പടയോട്ടത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. താങ്ക് യു.